Hi everyone, Business Buzzinde How to Sell on Amazon എന്ന ഈ ഒരു കോഴ്സിലെ 14ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെയും പോലെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ചെയ്യുന്ന എല്ലാ വീഡിയോസും അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐകാർഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിലെ മറ്റു വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐകാർഡ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ബൈബോക്സ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് വിൻ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇനി എന്താണ് ബൈബോക്സ് എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാനായിട്ട് ആമസോണിൻ്റെ വെബ്സൈറ്റിൽ പോവാണ്. ഒരു സാധാരണ കസ്റ്റമർ എന്ന രീതിക്ക് ആണ് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണേണ്ടത്. നമുക്കറിയാം പല പ്രൊഡക്ട്സും അവൈലബിൾ ആണ്. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു റാൻഡമായിട്ടൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇതിൻ്റെ പ്രൈസ് MRP ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇതിൻ്റെ എക്സ്ചേഞ്ച് ഓഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ജസ്റ്റ് ഒരൊറ്റ സെല്ലർ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് ഡീൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിന് വേറെ ബൈയിങ് ഓപ്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല. ഇനി ഞാൻ വേറൊരു പ്രൊഡക്റ്റിൻ്റെ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരൊറ്റ സെല്ലർ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. മറിച്ച് അങ്ങനെയല്ല, ഇനി ഒരു പ്രൊഡക്റ്റ് തന്നെ ഒരുപാട് സെല്ലേഴ്സ് വിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് വരിക എന്നുള്ളത് കാണിച്ചു തരാം. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ക്വാണ്ടിറ്റി ആഡ് ടു കാർട്ട് ബൈ നൗ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ ഒരു ബോക്സിനെയാണ് നമ്മൾ ബൈ ബോക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ തന്നെ ന്യൂ 9 ഫ്രം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഇല്ലേ. ഇതെന്ന് പറയുന്നത് ബാക്കി സെല്ലേഴ്സ് അവരുടെ റേറ്റും ബാക്കി സെല്ലേഴ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കാണിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ഐറ്റം ബാക്കി സെല്ലേഴ്സ് വിൽക്കുന്ന അവരുടെ ഓഫർ, അതായത് അവരുടെ പ്രൈസും അതുപോലെ തന്നെ അവരുടെ റേറ്റിംഗ് എത്രയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് കസ്റ്റമേഴ്സ് കാണുന്നതെന്ന് വെച്ചാൽ സീ ഓൾ ബൈയിങ് ഓപ്ഷൻസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ഈ ബൈ ബോക്സിന് താഴെയായിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഐറ്റത്തിൻ്റെ ബാക്കി സെല്ലേഴ്സിൻ്റെ ഡീറ്റെയിൽസും അവർ ഓഫർ ചെയ്യുന്ന പ്രൈസും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റുള്ളൂ. ഇനി ഒരു സെല്ലർ എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ട്സ് എപ്പോഴും ബൈ ബോക്സിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാവുള്ളൂ. ഈ ഒരു സീ ഓൾ ബൈയിങ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് പോകുന്ന കസ്റ്റമേഴ്സ്, പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് വളരെ കുറവാണ്. മിക്കപ്പോഴും ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് ആ ഒരു ബൈ ബോക്സിലുള്ളത് എങ്ങനെയാണോ ആ ഒരു ബൈ ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു കാർട്ട് അല്ലെങ്കിൽ ബൈ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാ സെല്ലേഴ്സിനും ബൈ ബോക്സ് ലഭിക്കുമോ? ഇല്ല. ജസ്റ്റ് ഒരു സെല്ലറിന് മാത്രമേ ബൈ ബോക്സ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ബൈ ബോക്സ് ലഭിക്കാനായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ ഉണ്ട് സെല്ലേഴ്സ് തമ്മിൽ. അപ്പോൾ പൊതുവേ എങ്ങനെയാണ് ആമസോൺ ബൈ ബോക്സ് ഏത് സെല്ലർക്ക് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ലോവസ്റ്റ് പ്രൈസ് ഓഫർ ചെയ്യുന്നതാണ്, രണ്ടാമത് സെല്ലറിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം നോക്കും. മാത്രമല്ല ആമസോൺ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ പ്രൈം ബാഡ്ജുള്ള സെല്ലേഴ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആമസോൺ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ പ്രൊഡക്ട്സ് ബെസ്റ്റ് പ്രൈസിൽ ഓഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആമസോൺ ഡാഷ്ബോർഡിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ബൈ ബോക്സ് വിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഇതാണ് നിങ്ങളുടെ പ്രൊഡക്ട്സിൽ, നിങ്ങൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സിൽ നിങ്ങൾ എത്രത്തോണ്ട് ബൈ ബോക്സ് വിൻ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നതാണിത്. ഇത് ഓരോ ദിവസവും മാറും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എപ്പോഴും നിങ്ങൾ സെല്ലർ സെൻറ്ററിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഈ ഒരു മെട്രിക് നോക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ആമസോണിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എത്രത്തോണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു മെട്രിക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കാണിക്കുന്ന അക്കൗണ്ടിൽ അധികവും വിൽക്കുന്നത് സ്വന്തം ബ്രാൻഡിലുള്ള പ്രൊഡക്ട്സ് ആണ്. അതുകൊണ്ടാണ് ഈ ബൈ ബോക്സ് വിൻസ് 100% കാണിക്കുന്നത്. നിങ്ങളുടെ സെല്ലർ അക്കൗണ്ടിൽ നിങ്ങൾ അധികവും വിൽക്കുന്നത് മറ്റ് ബ്രാൻഡുകളിലുള്ള ബാർകോഡ്സ് ഉള്ള ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെട്രിക് നിങ്ങൾക്ക് ലോ ആയിട്ടും കാണാവുന്നതാണ്. വളരെ വ്യക്തമായിട്ട് ഈ ഒരു ബൈ ബോക്സ് വിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഇന്നത് ചെയ്യണം, നിങ്ങളുടെ പെർഫോമൻസ് മെട്രിക്സ് ഇത്രയാവണം, അങ്ങനെയൊന്നും ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ബൈ ബോക്സ് വിൻ ചെയ്യാൻ നിങ്ങൾക്ക് സഹായകരമാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ആമസോൺ പറയുന്നുണ്ട്. ബൈ ബോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ബൈ ബോക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് റിസൾട്ട്സിൽ ബൈ ബോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ആർട്ടിക്കിൾസ് വായിക്കാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ ചെക്ക് ഫീച്ചേർഡ് ഓഫർ ബൈ ബോക്സ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്, നിങ്ങളിപ്പോൾ നിലവിൽ സെല് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ എസ്സിനോ അല്ലെങ്കിൽ SKO ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് ബൈ ബോക്സ് എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഞാൻ സെല് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ SIN കോപ്പി ചെയ്തിട്ടുണ്ട്, അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നിലവിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്.
അതുകൊണ്ട് തന്നെ അതിൻ്റെ എലിജിബിലിറ്റി എന്താണ് കാണിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം കറൻ്റ്ലി എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് ബൈബോക്സ് വിൻ ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ബൈബോക്സ് വിൻ ചെയ്യാൻ പറ്റും എന്ന് ആമസോൺ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ചാൻസസ് കൂട്ടാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആമസോൺ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ FBA വഴി ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഓട്ടോമാറ്റിക്കലി ബൈബോക്സ് വിൻ ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. പ്രൊഫഷണൽ സെല്ലിംഗ് അക്കൗണ്ട്സിൽ നിന്ന് മാത്രം വിൽക്കുന്ന പ്രൊഡക്ട്സ് ആണ് ബൈബോക്സിന് വിൻ ചെയ്യാനായിട്ട് എലിജിബിൾ ആവുന്നത്. കൂടാതെ നിങ്ങളുടെ പെർഫോമൻസ് മെട്രിക്സ്, അതായത് നിങ്ങൾ ലേറ്റ് ആയിട്ടല്ല ഓർഡേഴ്സ് അയക്കുന്നത്, പിന്നെ റിട്ടേൺസ് നിങ്ങൾക്ക് കുറവാണ്, ക്യാൻസലേഷൻ റേറ്റ് കുറവാണ്, അങ്ങനെയുള്ള കുറച്ച് മെട്രിക്സ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ട്സിന് ബൈബോക്സ് വിൻ ചെയ്യാനായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ്. ലാസ്റ്റായിട്ട് ഇതിനകത്ത് പറയുന്നത് നിങ്ങളുടെ ലിസ്റ്റിംഗ്സിന് അത്യാവശ്യത്തിന് ഓർഡേഴ്സ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ ബൈബോക്സിനായിട്ട് എലിജിബിൾ ആയിരിക്കുള്ളൂ. അതും മിനിമം ഇത്ര ഓർഡേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നില്ല. ആവശ്യത്തിന് ഓർഡേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ ആമസോൺ ഡിസ്ക്ലോസ് ചെയ്യുന്നുള്ളൂ. ബൈബോക്സ് വിൻ ചെയ്യാനായിട്ട് 4 പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്ട്സ് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിക്ക് തന്നെ പ്രൈസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെ നിങ്ങൾ പ്രൊഡക്ട്സ് ഓഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിപ്പോൾ നിലവിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ലോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അടുത്ത സെക്കൻഡിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള സെല്ലർ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിങ്ങളെക്കാൾ ലോ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓട്ടോമേറ്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തണം. ഓട്ടോമേറ്റ് പ്രൈസിങ്ങിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള ഒരു വീഡിയോയിൽ സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് നിങ്ങളുടെ കോമ്പറ്റീറ്റർ സെറ്റ് ചെയ്തിട്ടുള്ള പ്രൈസിനേക്കാൾ ഇത്ര രൂപയ്ക്ക് മുകളിലോ താഴെയോ ആയിരിക്കണം നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ പ്രൈസ് എന്നുള്ളത്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രൈസിലുള്ള ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഓട്ടോമാറ്റിക്കലി തന്നെ സംഭവിക്കാനായിട്ട് നമ്മൾ ഓട്ടോമേറ്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുകയാണ്. പിന്നെ പ്രൈം ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൈം ഷിപ്പിംഗ് ഓപ്ഷൻസ് ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ഓപ്ഷൻസ് കൊടുക്കുന്ന പ്രൊഡക്ട്സിന് ബൈബോക്സ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെപ്പോഴും കസ്റ്റമർ സർവീസ് നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ സെല്ലർ അക്കൗണ്ടിൻ്റെ ഹെൽത്ത് എപ്പോഴും നന്നായിട്ട് തന്നെ ഉണ്ടായിരിക്കണം. കൂടാതെ നിങ്ങളുടെ ഓർഡർ ഡിഫക്റ്റ് റേറ്റ്, ക്യാൻസലേഷൻ റേറ്റ്, ലേറ്റ് ഡിസ്പാച്ച് റേറ്റ് എന്നിവ കുറവായിരിക്കണം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റോക്ക് അവൈലബിലിറ്റിയാണ്. എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാതെ തന്നെ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ ഇൻവെൻറ്ററി മാനേജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് ബൈബോക്സ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിളിൽ ഇപ്പോൾ ഈ ഒരു ബൈബോക്സിന് താഴെയായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതർ സെല്ലേഴ്സ് ഓൺ ആമസോൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു സെയിം പ്രൊഡക്റ്റ് വിൽക്കുന്ന 3 സെല്ലേഴ്സിനെ ആമസോൺ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു 3 സെല്ലേഴ്സ് ഓട്ടോമാറ്റിക്കലി സീ ഓൾ ബൈയിങ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ന്യൂ 9 ഫ്രം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ അതർ സെല്ലേഴ്സ് ഓൺ ആമസോൺ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം തന്നെ അവർക്കൊരു ഫീച്ചർ കിട്ടുന്നുണ്ട്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന സെല്ലേഴ്സിനെയാണ് ഈ ഒരു മോർ ബൈയിങ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അതർ സെല്ലേഴ്സ് ഓൺ ആമസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡീറ്റെയിൽ പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് സെല്ലർ ഓഫർ ചെയ്യുന്ന പ്രൈസ്, അതിൻ്റെ അവൈലബിലിറ്റി, കസ്റ്റമറിൻ്റെ ഷിപ്പിംഗ് അഡ്രസ് എന്നിവ കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു 3 സെല്ലേഴ്സിനെ ആമസോൺ ചുരുക്കിയെടുക്കുന്നത്. ബൈബോക്സ് എലിജിബിൾ ആയിട്ടുള്ള സെല്ലേഴ്സ് ഓട്ടോമാറ്റിക്കലി തന്നെ അവരുടെ ലിസ്റ്റിംഗ്സിന് മോർ ബൈയിങ് ചോയ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിക്കും ക്വാളിഫൈഡ് തന്നെയാണ്. ബൈബോക്സ് വിൻ ചെയ്യാനായിട്ട് ഓരോ പെർട്ടിക്കുലർ കാറ്റഗറിക്കും സെല്ലർ പെർഫോമൻസിൻ്റെ മെട്രിക് ടാർഗറ്റ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ആമസോൺ അത് ഡിസ്ക്ലോസ് ചെയ്യാത്തത്. ആമസോണിൽ നിങ്ങൾ സെല് ചെയ്യുന്ന ഐറ്റംസ് ബുക്സ് അല്ലെങ്കിൽ മ്യൂസിക്, വീഡിയോ, DVD പ്രൊഡക്ട്സ് എന്നിവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവയൊന്നും ഈ ഒരു മോർ ബൈയിങ് ചോയ്സസ് ബോക്സിൽ പെടുന്നതല്ല. ഇനി ഏതൊക്കെ സെല്ലേഴ്സാണ് ബൈബോക്സ് വിൻ ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു ബൈബോക്സ് വിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എപ്പോഴും ഈ ഒരു പെർഫോമൻസിൻ്റെ ലെവൽ നിങ്ങൾ ഹൈ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എലിജിബിലിറ്റിയും അതുപോലെ തന്നെ നിലനിൽക്കുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ച
ഓർഡർ ഡിഫക്റ്റ് റേറ്റ് അല്ലെങ്കിൽ ക്യാൻസലേഷൻ റേറ്റ്, ലേറ്റ് ഷിപ്മെൻറ്റ് റേറ്റ് ഇതെല്ലാം ബാധകമാണ്. ഇതിന് പുറമേ ആയിട്ട് തന്നെ ക്വാളിറ്റി ഓഫ് ദി പ്രൊഡക്ട്സ്, അതായത് നിങ്ങളുടെ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റിയും ഇതിനകത്ത് പെടുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ പ്രൊഡക്ട്സിന് കിട്ടിയിട്ടുള്ള റേറ്റിംഗ്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഡക്ട്സിന് എത്രത്തോണ്ട് റിട്ടേൺസ് ഉണ്ട്, റീഫണ്ട് വരുന്നുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ ഒരു എലിജിബിലിറ്റി തീരുമാനിക്കുന്നത്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഡറിൻ്റെ വോളിയം, എത്രത്തോണ്ട് ഓർഡേഴ്സാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതും ഇതിനായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നതാണ്. ആമസോണിൽ നിങ്ങൾ നിലവിൽ സെൽ ചെയ്യുന്ന ഏതൊക്കെ ലിസ്റ്റിംഗ്സിനാണ് ബൈബോക്സ് എലിജിബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇതിനായിട്ട് നിങ്ങളുടെ മാനേജ് ഇൻവെൻറ്ററി പേജിൽ പോവാം. അതിനുശേഷം മുകളിൽ കാണുന്ന പ്രിഫറൻസസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കോളം ഡിസ്പ്ലേ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ബൈബോക്സ് റിലേറ്റഡ് ആയിട്ടുള്ള 2 കോളംസ് കാണാം. അത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബൈബോക്സ് എലിജിബിലിറ്റിക്കുള്ള കോളം മാത്രമേ ടിക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലോവസ്റ്റ് പ്രൈസ് ആൻഡ് ഷിപ്പിങ്ങിന് അടുത്തായിട്ട് ബൈബോക്സ് എലിജിബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീൽഡ് കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ ലിസ്റ്റിങ്ങിന് നേരെയുമായിട്ട് യെസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ പ്രൊഡക്ട്സിന് ബൈബോക്സ് എലിജിബിലിറ്റി ഉണ്ട് അതൊക്കെ യെസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൽ ബാക്കി ഐറ്റംസ് എല്ലാം ഇനാക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ഹൈഫൺ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ പ്രിഫറൻസസിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലിസ്റ്റിംഗ് ആണ് ബൈബോക്സ് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും.